ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജൂലൈ മാസമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സിംഗപ്പൂര്. അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. നമുക്ക് വേദികൾ വേണം, ഓർത്തിരിക്കുക. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി സിംഗപ്പൂർ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ. നിലവിലെ ചാമ്പ്യൻ ആരാണ്? ഡിങ് ലിറൻ. ചൈനയുടെ ഡിങ് ലിറൻ ആണ് നിലവിലെ ചാമ്പ്യൻ. ഡിങ് ലിറനും ഇന്ത്യയുടെ യുവ ചെസ് താരം ഡി ഗുഗേഷ്, നമുക്കറിയാം ഡി ഗുഗേഷിനെ. അപ്പോൾ ഇന്ത്യയുടെ യുവ ചെസ് താരമായ ഡി ഗുഗേഷും ഡിങ് ലിറനും മത്സരത്തിൽ ഏറ്റുമുട്ടും. അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സിംഗപ്പൂരാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് എന്താണ്? ലൊക്കേഷൻ കോഡ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. ഇനി മുതൽ രാജ്യാന്തര തലത്തിൽ വിഴിഞ്ഞം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻ NYY1 എന്നാണ്. എന്താണ്? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇൻ NYY1 എന്നാണ് ഇനി മുതൽ രാജ്യാന്തര തലത്തിൽ വിഴിഞ്ഞം തുറമുഖം അറിയപ്പെടുക. ഇൻ ഇന്ത്യയെയും, ഇൻ എന്താണ്? ഇൻ NYYയിലെ ഇൻ ഇന്ത്യയെയും NYY നെയ്യാറ്റിൻകരയെയും സൂചിപ്പിക്കുന്നു. നെയ്യാറ്റിൻകരയ്ക്കടുത്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ NYY നെയ്യാറ്റിൻകരയെയും ഇൻ ഇന്ത്യയെയും സൂചിപ്പിക്കുന്നു. ഇനി മുതൽ രാജ്യാന്തര തലത്തിൽ വിഴിഞ്ഞം തുറമുഖം അറിയപ്പെടുന്നത് എന്താണ്? ഇൻ NYY1 എന്നാണ്. മാരിടൈം ബോർഡിന് കീഴിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് നേരത്തെ ലൊക്കേഷൻ ലഭിച്ചതിനാലാണ് സമീപ സ്ഥലമായ നെയ്യാറ്റിൻകരയെ ചേർത്ത് കോഡ് നൽകിയത്. അപ്പോൾ മാരിടൈം ബോർഡിന് കീഴിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് നേരത്തെ തന്നെ ലൊക്കേഷൻ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ സമീപ സ്ഥലമായ നെയ്യാറ്റിൻകരയും കൂടെ ചേർത്ത് കോഡ് നൽകിയിരിക്കുന്നത്. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ്. ഇതോടൊപ്പം ഓർത്തിരിക്കുക, VN വാസവനാണ് കേരള തുറമുഖ വകുപ്പ് മന്ത്രി. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന സമയത്തൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് സർബാനന്ദ സോനോവാൾ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ഏറ്റുവാങ്ങി കോഴിക്കോട്. ഈ കഴിഞ്ഞ എല്ലാ എക്സാമിനും ചോദിച്ച ചോദ്യമാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ നഗരം ഏതാണ്? കോഴിക്കോടാണ്. രാജ്യത്ത് ആദ്യമായി സാഹിത്യ പദവി ലഭിക്കുന്ന നഗരമാണ് കോഴിക്കോട്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു നഗരത്തിന് സാഹിത്യ പദവി ലഭിക്കുന്നത്. അത് നമ്മുടെ കോഴിക്കോടിനാണ്. പോർച്ചുഗലിലെ ബ്രാഗയിൽ നടന്ന യുനെസ്കോ സർഗാത്മക നഗര നൈറ്റ് വർക്ക് സമ്മേളന വേദിയിലാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പദവി ഏറ്റുവാങ്ങി. ചോദിക്കാം, എന്താണ്? യുനെസ്കോ സർഗാത്മക നഗര നൈറ്റ് വർക്ക് സമ്മേളന വേദി എവിടെയാണ്? എന്താണ്? യുനെസ്കോ സർഗാത്മക നഗര നെറ്റ്വർക്ക് സമ്മേളന വേദി എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയായിരുന്നു? പോർച്ചുഗലിലായിരുന്നു. പോർച്ചുഗലിലെ ബ്രാഗയിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് കോഴിക്കോട് മേയറായ ബീന ഫിലിപ്പ് പദവി ഏറ്റുവാങ്ങിയത്. നമ്മൾ അതിനൊരു ദിനവും കൂടി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് സാഹിത്യ നഗര ദിനം ജൂൺ 23. ഇനി വരുന്ന പരീക്ഷകളില് സാഹിത്യ പദവി ലഭിച്ച നഗരമായിരിക്കില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം. കോഴിക്കോട് സാഹിത്യ നഗര ദിനം എന്നാണ്? ജൂൺ 23. കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്തത് 2023 ജൂൺ 23-നാണ്. കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്തത് 2023-ലാണ്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എന്നാണ്? പ്രഖ്യാപിച്ചത് യുനെസ്കോ തിരഞ്ഞെടുത്തത് 2023-ലാണ്. പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ജൂൺ 23-നാണ്. MB രാജേഷാണ് നമ്മുടെ പാർലമെന്ററി വകുപ്പ് മന്ത്രി. MB രാജേഷാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. അതാണ് 2024 ജൂൺ 23. ആ ജൂൺ 23 കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന എക്സാം എഴുതുന്നവർ ഓർക്കുക, 2024 ജൂൺ 23-നാണ് കോഴിക്കോടിനെ എന്താണ് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. ആരാണ് പ്രഖ്യാപിച്ചത്? MB രാജേഷാണ്. പാർലമെന്ററി വകുപ്പ് മന്ത്രി MB രാജേഷാണ് പ്രഖ്യാപിച്ചത്.
ഓരോ വ്യക്തിക്കും QR കോഡ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ വാർഡായി മാറുകയാണ് ലാലൂർ. നമ്മുടെ തൃശൂർ ജില്ലയിലെ ലാലൂർ വാർഡാണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ വാർഡായി മാറാൻ ഒരുങ്ങുന്നത്. രേഖകളെല്ലാം ഡിജി ലോക്കറിലാക്കാൻ അയ്യന്തോൾ അക്ഷയ ജീവനക്കാർ ലാപ്ടോപ്പുമായി വീടുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പൊ എന്താണ് ഡിജി ലോക്കർ? എല്ലാം ഡിജിറ്റലായി സൂക്ഷിക്കുക, ഡിജിറ്റൽ ലോക്കറിലേക്ക് ആക്കുക. അതിലുള്ളൊരു സൈറ്റ് തന്നെയാണ് ഡിജി ലോക്കർ. അതിലോട്ട് മാറ്റാനായിട്ട് അയ്യന്തോൾ അക്ഷയ ജീവനക്കാർ ലാപ്ടോപ്പുമായിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. ഓരോരുത്തർക്കും QR കോഡ് നൽകുകയും ആധാർ കാർഡ് ഇല്ലാത്തവരെ കൊണ്ട് കാർഡ് എടുപ്പിക്കുകയും ഡിജിറ്റൽ പേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോരുത്തർക്കും QR കോഡ് നൽകുന്നു, ആധാർ കാർഡ് ഇല്ലാത്തവരെ കൊണ്ട് ആധാർ കാർഡ് എടുപ്പിക്കുന്നു, ഡിജിറ്റൽ പേയ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ വാർഡായി മാറാൻ. ലാലൂരാണ് എന്ന് ഓർക്കുക. ഡിജിറ്റൽ ആകുന്ന വീട്ടുമുറ്റത്ത് വർഷം മുഴുവൻ കായ്ക്കുന്ന ആയൂർ പ്ലാവ് നടും. അപ്പോൾ ഡിജിറ്റൽ ആകുന്ന ഓരോ വീട്ടുമുറ്റത്തും നടുന്ന പ്ലാവ് ഏതാണ്? ആയൂർ പ്ലാവാണ്. പ്രത്യേകത എന്താണ്? വർഷം മുഴുവൻ കായ്ക്കുന്നു. ഓർത്തിരിക്കുക, ആയൂർ പ്ലാവാണ് ഡിജിറ്റൽ ആകുന്ന വീട്ടുമുറ്റത്ത് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാണ്? തയ്യൂർ. അതും തൃശ്ശൂർ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാണ്? തയ്യൂരാണ്. തയ്യൂർ, തൃശ്ശൂർ ജില്ലയിലെ തയ്യൂർ. അയ്യങ്കാളിയായി മമ്മൂട്ടി തന്നെ. അപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു വാർത്തയാണ് അയ്യങ്കാളിയെ പറ്റി സിനിമ ഇറങ്ങുന്നു, മമ്മൂട്ടി നായകനാകുന്നു എന്നൊക്കെ. അപ്പൊ ആദ്യമൊക്കെ ഇത് വരുമ്പോൾ ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു തീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അയ്യങ്കാളിയായി മമ്മൂട്ടി തന്നെ. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം പറയുന്ന ചിത്രമാണ് കതിരൻ. ഏതാണ് ആ ചിത്രം? കതിരൻ. കതിരനാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം പറയുന്ന സിനിമ. ഇത് സംവിധാനം ചെയ്യുന്നത് ആരാണ്? സംവിധാനം ചെയ്യുന്നത് അരുൺ രാജ്. ആരാണ്? അരുൺ രാജാണ് സംവിധാനം ചെയ്യുന്നത്. കഥാ തിരക്കഥാ സംഭാഷണം പ്രദീപ് താമരക്കുളം. കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രദീപ് താമരക്കുളമാണ്. അയ്യങ്കാളിയായി വേഷമിടുന്നത് മമ്മൂട്ടി. അപ്പോ ചിത്രത്തിന്റെ പേര് മറക്കരുത്, കതിരവൻ. കതിരവനാണ് അയ്യങ്കാളിയുടെ ജീവിതം പറയുന്ന ചിത്രം. സംവിധായകൻ അരുൺ രാജാണ്, മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംവിധാനം അരുൺ രാജ്. പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. അപ്പൊ എന്താണ് പരിസ്ഥിതി ചലച്ചിത്രമേള? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രമേള ഒരുങ്ങുകയാണ്. സംസ്ഥാന വനം വകുപ്പാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരാണ്? സംസ്ഥാന വനം വകുപ്പ്. സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം. പന്നിമൂക്കൻ തവളകളുടെ എന്താണ്? പന്നിമൂക്കൻ ഏതിനമാണ്? തവളകളാണ്. തവളകളുടെ ഒരു വെറൈറ്റി ആണ് പന്നിമൂക്കൻ. പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി. എന്താണ്? മാലി. പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി എന്ന 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ചിത്രത്തോടെയാണ് PTP നഗറിലെ ഫോറസ്റ്റ് കോംപ്ലക്സിലെ ആരംഭിച്ച മേളയ്ക്ക് തിരിതെളിച്ചത്. അപ്പോ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? മാലി എന്ന ചിത്രമാണ്. പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന ചിത്രമാണ് മാലി. തമിഴ്നാട് സ്വദേശിയായ ഉമ എന്ന വീട്ടമ്മ നീന്തൽ പഠിച്ച് ചിത്രീകരിച്ച ചിത്രമാണ് കോറൽ വുമൺ. എന്താണ്? കോറൽ വുമൺ. തമിഴ്നാട് സ്വദേശിയായ ഉമ എന്ന വീട്ടമ്മ നീന്തൽ പഠിച്ച് ചിത്രീകരിച്ച ചിത്രമാണ് കോറൽ വുമൺ. ഈ ചിത്രവും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. പരിസ്ഥിതി ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ബൊളീവിയൻ സിനിമയാണ് ഉദാമ. എന്താണ്? ഉദാമയാണ് ബൊളീവിയൻ സിനിമ. സംവിധാനം ചെയ്തത് അലജാൻഡ്രോ ലോയിസഗ്രി. എന്താണ്? അലജാൻഡ്രോ ലോയിസ ഗ്രീസി. എന്താണ്? അലജാൻഡ്രോ ലോയിസ ഗ്രീസിയാണ് ഉദാമ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ഫ്രഞ്ച് ചിത്രം ദ ബിയർ സംവിധാനം ചെയ്തത് ജീൻ ജാക്ക് അന്നാഡ്. അപ്പോ രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ഫ്രഞ്ച് ചിത്രമാണ് ദ ബിയർ. സംവിധാനം ചെയ്തത് ജീൻ ജാക്ക് അന്നാഡാണ്.
മേളയുടെ സമാപന ചിത്രമാണ് ആമസോണിയ. മറക്കരുത്, ആമസോണിയ കണ്ട ഉടനെ ബ്രസീലിയൻ ചിത്രമെന്ന് എഴുതരുത്. ബ്രസീലിയൻ ഫ്രഞ്ച് ചിത്രമാണ് ആമസോണിയ. ബ്രസീലിന്റെയും തന്നെയാണ്, ഫ്രഞ്ചിന്റെയും കൂടിയാണ്. ബ്രസീലിയൻ ഫ്രഞ്ച് ചിത്രമാണ് ആമസോണിയ ആയിരുന്നു മേളയുടെ സമാപന ചിത്രം. ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? മാലി. പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി ആയിരുന്നു ഉദ്ഘാടന ചിത്രം. സമാപന ചിത്രം ഏതായിരുന്നു? ആമസോണിയ. ബ്രസീലിയൻ ഫ്രഞ്ച് ചിത്രമാണ് ആമസോണിയ, ഓർത്തിരിക്കുക. കോവിലൻ 101 ജന്മദിനം. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ, നമ്മുടെ സാഹിത്യകാരനായ കോവിലന് 101 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. സാഹിത്യകാരൻ കോവിലന്റെ 101 ജന്മദിനമാണ് ജൂലൈ 9. കോവിലന്റെ യഥാർത്ഥ നാമം എന്താണ്? VV അയ്യപ്പനാണ്. അപ്പോൾ ഈ 101 ജന്മദിനമൊക്കെ ആഘോഷിക്കുന്ന വേളയിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പറ്റി ചോദിക്കാം. എന്താണ് കോവിലന്റെ യഥാർത്ഥ നാമം? VV അയ്യപ്പൻ. അയ്യപ്പൻ കോവിലിനകത്ത് കയറിയിരിക്കുകയാണ് എന്ന് ഓർത്താൽ മതി. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് തകർന്ന ഹൃദയങ്ങൾ. കോവിലന്റെ ആദ്യത്തെ കൃതിയാണ് തകർന്ന ഹൃദയങ്ങൾ. അതൊരു നോവലായിരുന്നു. എന്താണ്? തകർന്ന ഹൃദയങ്ങൾ. കോവിലൻ രചിച്ച നാടകം, അദ്ദേഹം രചിച്ച നാടകമാണ് നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും. എന്താണ് നാടകം? നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും. കോവിലന്റെ നാടകമാണ് നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും. മറ്റ് നോവലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. A-B, ഏഴാമിടങ്ങൾ, തോറ്റങ്ങൾ, ഹിമാലയം, ഭരതൻ, ജന്മാന്തരങ്ങൾ, തട്ടകം എന്നിവയാണ് മറ്റ് നോവലുകൾ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, കോവിലന്റെ കൃതി താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നൊക്കെ ചോദിക്കാം. ഏതൊക്കെയാണ്? A-B, ഏഴാമിടങ്ങൾ, തോറ്റങ്ങൾ, ഹിമാലയം, ഭരതൻ, ജന്മാന്തരങ്ങൾ, തട്ടകം എന്നിവയാണ് മറ്റു നോവലുകൾ. 2005 കോവിലന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. കോവിലൻ അല്ലെങ്കിൽ VV അയ്യപ്പന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2005 റോവർ റോക്സ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലത്ത് പാറ കഷ്ണങ്ങൾ കണ്ടെത്തി ചന്ദ്രയാൻ 3 റോവർ. അപ്പോൾ നമ്മുടെ റോവർ കുറച്ച് റോക്സ് കണ്ടെത്തി, അതാണ് റോവർ റോക്സ് എന്ന് പറഞ്ഞത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എവിടെയാണ് നമ്മുടെ റോവർ ഇറങ്ങിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ്, നമ്മൾ പഠിച്ചതാണ്. ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലത്ത് പാറ കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അടുത്തത് നാശം വിതച്ച് ബെറിൻ. 2024 ജൂലൈയിൽ കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ബെറിൻ. അപ്പോൾ എന്താണ് ബെറിൻ? ബെറിൻ ഒരു ചുഴലിക്കാറ്റാണ്. ചോദ്യം വരാം. 2024 ജൂലൈയിൽ കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ബെറിൻ ആണ്. ബെറിൻ ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ബെറിൻ. അപ്പോൾ എന്താണ് പ്രത്യേകത? ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ബെറിൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. 2024 ജൂലൈയിൽ കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ബെറിൻ. ഇതിനെന്താണ് പ്രത്യേകത? ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ബെറിൻ എന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യ സ്പോർട്ട് കേന്ദ്രം തലശ്ശേരിയിൽ. എന്താണ് സ്പോർട്ട്? കേരളത്തിലെ ആദ്യ സ്പോർട്ട് കേന്ദ്രം തലശ്ശേരിയിൽ. കേരളത്തിലെ ആദ്യ സ്പോർട്ട് കേന്ദ്രം തലശ്ശേരിയിലെ VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നു. സ്പോർട്ട് എവിടെയാണ്? VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തലശ്ശേരിയിലാണ്. അപ്പോൾ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? V അബ്ദുറഹിമാനാണ്. ഓർത്തിരിക്കുക. ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്ട് കേന്ദ്രം വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലെ VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സ്പോർട്ട് കേന്ദ്രം ആരംഭിക്കുന്നത്.
ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം മോഹൻലാലിന്. അപ്പോൾ ചോദ്യം വരാം, ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം മോഹൻലാലിന്. അടുത്തതായി സ്കൂൾ കലോത്സവങ്ങളൊക്കെ വരാൻ പോവുകയാണ്. നേരത്തെ തന്നെ നമുക്ക് വേദികളൊക്കെ അറിഞ്ഞിരിക്കാം. 2024 സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. 2024 സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ തവണ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപം ഇത്തവണ മത്സര ഇനമാകും. അപ്പോൾ കഴിഞ്ഞ തവണ ഉദ്ഘാടന വേളയിൽ ചില തദ്ദേശീയ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇത് ഇത്തവണ എന്താണ്? മത്സര ഇനമായിട്ട് വരികയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. അപ്പോൾ 2024 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായിക വേദി എറണാകുളം. അപ്പോൾ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായിക മേള നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ വേദി എവിടെയാണ്? എറണാകുളമാണ്. അപ്പോൾ ഒളിമ്പിക്സ് മാതൃകയിൽ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഈ കായിക മേളയിൽ നടക്കുന്നത് എങ്ങനെയാണ്? 4 വർഷത്തിലൊരിക്കലാണ്. 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിലും അല്ലാത്തപ്പോൾ സാധാരണ രീതിയിലും കായികമേള നടക്കും. അതായത് എല്ലാ വർഷവും നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന കായികമേളയും നടക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന കായികമേള എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ നടത്തുകയും അതോടൊപ്പം 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേള കൂടി നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ വേദി എവിടെയാണ്? എറണാകുളമാണ്. G7 ഉച്ചകോടി. 7 വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. ഓർത്തിരിക്കുക, G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. മോദിയുടെ റഷ്യ സന്ദർശനം. മോദിക്ക് റഷ്യൻ സിവിലിയൻ ബഹുമതിയൊക്കെ ലഭിച്ചു. അപ്പോൾ എന്താണ്? 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുകയാണ്. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി റഷ്യയും ഓസ്ട്രിയയും സന്ദർശിച്ചു. അപ്പോൾ 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി റഷ്യയും ഓസ്ട്രിയയും സന്ദർശിച്ചത്. ഓസ്ട്രിയ സന്ദർശിക്കുന്ന 2ാമത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പ്രത്യേകതയുണ്ട്, ഓസ്ട്രിയ സന്ദർശിക്കുന്ന 2ാമത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം നരേന്ദ്രമോദിയാണ് ഓസ്ട്രിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതോടുകൂടി ജൂലൈ മാസത്തിലെ ഒട്ടുമിക്കവെന്നല്ല പൂർണ്ണമായിട്ട് ഫാക്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഫാക്റ്റുകളും നോക്കണം. അതിനിടയ്ക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും നിങ്ങൾക്കായി തരുന്നുണ്ട്. ഒരു ക്ലാസ്സും മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്